ഹായ്, എസ്.എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പയ്യന് മീൻസ് ആ ഒരു പുരുഷന് നിങ്ങളെ ഇഷ്ടമല്ല, അവരെ ഇഷ്ടമാണെന്ന് നടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാകാനായിട്ട് പറ്റാം. ഈ പറയുന്ന സൈനുകൾ, ഞാൻ ഈ പറയുന്ന 4-5 സൈനുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, എനിക്കറിയാം. അതായത് ഞാൻ സ്നേഹിച്ചത് വെറുതെ ആണോ, അപ്പോൾ ആളെന്നെ പറ്റിക്കുകയാണോ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ കുറച്ച് മനസ്സൊക്കെ ഒന്ന് കട്ടിയാക്കിയതിന് ശേഷം എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട്, ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം അവർ നിങ്ങളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരൊരിക്കലും നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവില്ല എന്നുള്ളതാണ്. മീൻസ് ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കില്ല. നമുക്കറിയാം കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ ഇനി ഇവരാണ് എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവേണ്ട ആൾ, അല്ലെങ്കിൽ ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്നത് ഈ ഒരാളാണ്, ഇയാളുടെ കൂടെയാണ് ഞാൻ ഇനി ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ഉത്തമമായ ബോധം നമ്മൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അതിനുശേഷം ആ രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുകയും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു കമ്മിറ്റ്മെന്റ് ഇവർക്ക് നിങ്ങളോട് ഉണ്ടായിരിക്കില്ല. ഇവർ ചിലപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ ഒരുമിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം, ഇങ്ങനെയുള്ള രീതിയിൽ അവർ നിങ്ങൾക്ക് വാക്ക് തരുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് നിങ്ങളോട് ഉണ്ടാവില്ല എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളെ യഥാർത്ഥമായിട്ട് ഇഷ്ടമല്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പല കാര്യങ്ങളും നുണ പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ കള്ളം പറയാന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ആളുകളും പറയാറുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ കള്ളം പറയാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കള്ളങ്ങൾ പറയാം. അത് കുറച്ചൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പറയുന്നതോട് പ്രശ്നമൊന്നുമില്ല. നിരന്തരമായിട്ട് കള്ളങ്ങൾ പറയുന്നവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ അവർ കള്ളത്തോടു കൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും. അതായത് ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടി മറ്റൊരു കാര്യം പറയുന്നു, അത് മറയ്ക്കാൻ മറ്റൊരു കാര്യം പറയുന്നു. അങ്ങനെ കള്ളം എന്നുള്ളതിൻ്റെ ഒരു കൂമ്പാരം തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എപ്പോഴും നുണ പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ അവർ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നുണയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും കള്ളം പറയുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും പറയില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അവർ ആത്മാർത്ഥത കാണിക്കും എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ കാണുന്നില്ല. മിക്കപ്പോഴും കള്ളങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ട് സ്നേഹമില്ല എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ റിലേഷൻഷിപ്പിനായിട്ട് പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, റിലേഷൻഷിപ്പിലാണ്, രണ്ടുപേരും പ്രണയത്തിലാണ്. പക്ഷെ നിങ്ങൾ കാണാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന പെൺകുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ, ഞാൻ കാണണമെന്ന് പറയുന്ന സമയത്ത് കാണാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നുള്ളതൊക്കെ. അവരിങ്ങോട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ കാണാനും സംസാരിക്കാനൊക്കെ അവർ എഫേർട്ട് എടുക്കുന്നുണ്ടാവും. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ മുൻകൈ എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്തുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് കണക്കാക്കാം അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, ഇഷ്ടമാണെന്നുള്ളത് നടിക്കുകയാണ് എന്നുള്ളതിൻ്റെ. ഇനി നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സണ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചിലർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ. അത് നമുക്ക് റിയൽ ലെവലിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണണമെന്ന് പറയുമ്പോൾ കാണുന്നുണ്ടായിരിക്കും, ജസ്റ്റ് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നുണ്ടാവും, പെട്ടെന്ന് പോകാനായിട്ടുള്ള ആ ഒരു ധൃതിയൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എപ്പോൾ കാണുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവും, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ഒന്നും അല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അത് കാണാറില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മറ്റൊരു സൈനായിട്ട് കണക്കാക്കാം അവർക്ക് നിങ്ങളെ യഥാർത്ഥമായി ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, അവർ ഇമോഷണലി, മെന്റലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അങ്ങനെ യാതൊരു സപ്പോർട്ടും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഇമോഷണലി ഒരുപാട് ഇങ്ങനെ വിഷമം വരുമ്പോൾ, ഡൗൺ ആവുന്ന സമയത്താണ് നമ്മൾ ഒരാളുടെ ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടാവുക. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുക ആരുടെയാണ്? നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ ആയിരിക്കും. പക്ഷെ ഇവരുടെ ഭാഗത്ത് നിന്ന് അതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അവരുടെ കൂടെ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത്
നമുക്ക് അതിനുള്ള അവസരം കിട്ടണം എന്നില്ല, അല്ലെങ്കിൽ അവരത് തരണം എന്നില്ല. അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മളെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പോലും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടണം എന്നില്ല. അതേപോലെ തന്നെയാണ് ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, ക്രൈസിസ് നേരിടുന്ന സമയത്തൊന്നും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇങ്ങനെ ഒരു രീതിയിലും അവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ശരിക്കും പ്രണയമല്ല. ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള സമയത്ത്, നമുക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത്, ഇമോഷണലി നമ്മൾ ബാക്ക് ഡൗൺ ആവുന്ന സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരാൾ തയ്യാറാവുന്നുള്ളതാണ്. നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലേ അവർക്ക് നമ്മളോട് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പം നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ എങ്ങനെയെന്നറിയോ, നമുക്ക് വിഷമം ഉണ്ടാവരുത്, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കണ്ണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. എല്ലാവരും ഒന്നും പറയുന്നില്ല, എങ്കിലും ഒട്ടുമിക്ക ആളുകൾ അങ്ങനെ ആയിരിക്കും. ഇവരങ്ങനെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരു സൈനായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം, അതായത് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളതിന്. അപ്പൊ ഈ 5 കാര്യങ്ങൾ നോക്കിയിട്ട് 5ഉം ശരിയാണ്, 5ലും നിങ്ങൾക്ക് ഉറപ്പാണ് ഇവരിങ്ങനെ തന്നെയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, ശരിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് നിങ്ങളോട് പ്രണയമുണ്ട് എന്നുള്ളത്. പക്ഷെ ശരിക്കും അവർക്ക് പ്രണയം ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ഒരു കളിതമാശ പോലെ കുറച്ച് കാലത്തേക്ക് ഈ ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ പറയാറുണ്ട് ടൈം പാസ് എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്നൊരു വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക, അവരുടെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല, ലൈഫ് നല്ല ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സന്തോഷം. അങ്ങനെ കേൾക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്